പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശൻ തന്റെ വിവാഹം ഉടൻ തന്നെ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് പോവുകയാണ്. ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ പെണ്ണിനെ ഞാൻ കണ്ടു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന പ്രകാശൻ ഇതേ തുടർന്ന് കാർത്തികയോട് കാര്യങ്ങൾ പറയുന്നു. ഈ കാര്യം ഉടൻ തന്നെ തൻ്റെ അമ്മയായ ലക്ഷ്മിയെ ചെന്ന് കാണുന്ന കാർത്തിക പ്രകാശൻ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ അവസരം മുതലാക്കണം എന്ന് വ്യക്തമാക്കുകയും അയാളെ കൂടുതൽ കൊതിപ്പിക്കണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. അവർ ഇതിൻ്റെ ഭാഗമായി വീണ്ടും തൻ്റെ റിലേറ്റീവായ ലക്ഷ്മിയെ പ്രകാശന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ തീരുമാനമെടുക്കുന്നു. മാത്രവുമല്ല, പരിചയപ്പെട്ടതിനെ തുടർന്ന് പ്രകാശനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. ഇനി കാര്യങ്ങളെല്ലാം ശുഭകരമായി ഒന്ന് അവസാനിച്ചാൽ മതി എന്നുള്ള കാര്യമാണ് പ്രകാശൻ അറിയിക്കുന്നത്. മാത്രവുമല്ല, തൻ്റെ ജീവിതത്തിൽ ഇതുവരെ അപശകുനമായി നിന്നിരുന്ന ആളുകൾ ഓരോന്നായി ഒഴിഞ്ഞു പോവുകയാണ് എന്നും വ്യക്തമാക്കുകയാണ് പ്രകാശൻ. എന്നാൽ ഇതേ സമയം തൻ്റെ മകളുടെ ജീവിതം എത്രയും പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ ഒരാളുടെ കൈകളിലേക്ക് പിടിച്ചേൽപ്പിക്കണം എന്ന് വ്യക്തമാക്കുന്ന കാർത്തികയുടെ അമ്മ, അവൾ ഇങ്ങനെ ഒറ്റത്തടിയായി നിൽക്കുന്നത് കാണാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ് കല്യാണിയോട്. ഇതോടെ കല്യാണി, കാർത്തിക ചേച്ചിക്ക് പറ്റിയ ഒരു ചെക്കനെ ഞങ്ങൾ തന്നെ കണ്ടെത്തി കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർത്തികയുടെ അമ്മ ലക്ഷ്മി, ഞാൻ ഒരുപാട് തവണ വിവാഹത്തെക്കുറിച്ച് അവളോട് പറഞ്ഞതാണ്. പക്ഷേ പഴയകാല കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് അവൾ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് ചേച്ചിക്ക് വേറെ റിലേഷൻ വല്ലതും ഉണ്ടായിരുന്നോ? എനിക്ക് അതേപ്പറ്റി അറിയണമെന്ന് വ്യക്തമാക്കുന്നു. ഇതോടെ പണ്ട് അവൾക്കൊരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ലക്ഷ്മി. അത് ഞാനന്ന് എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ വിവാഹം നടക്കാതെ പോയത്. അതോർത്ത് ഇപ്പോൾ ഞാൻ വളരെയധികം വിഷമിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി, ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവളുടെ വിവാഹം നടന്നിരുന്നെങ്കിൽ എന്നുള്ള കാര്യം. ഇത് കേൾക്കുന്ന കിരൺ, യാതൊരു വിധത്തിലും അമ്മ പേടിക്കേണ്ടതില്ല, കാര്യങ്ങൾ മുൻകൈയെടുത്ത് നടത്താൻ ഞങ്ങളുണ്ടല്ലോ. നല്ലൊരു പയ്യനെ അവൾക്ക് വേണ്ടി ഞങ്ങൾ കണ്ടെത്തും. ഇത് ഞങ്ങൾ അമ്മയ്ക്ക് നൽകുന്ന വാഗ്ദാനമാണ്. ഈ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്ന് കല്യാണി കാർത്തികയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനമെടുക്കുന്നു. എന്തെങ്കിലും ആഗ്രഹം മനസ്സിലുണ്ട് എങ്കിൽ അത് തുറന്നു പറയാൻ കാർത്തിക തയ്യാറാകണം എന്ന് വ്യക്തമാക്കുന്ന കല്യാണി, ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ വലിച്ചു നീട്ടിക്കൊണ്ടു പോകുന്നത് നല്ലതിനല്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാർത്തിക, എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അയാൾ എന്നെയും കാത്ത് ഇരിക്കുന്നുണ്ട്. ആ ഒരാളുടെ തിരിച്ചുവരവിന് വേണ്ടി മാത്രമാണ് ഞാനും കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞത് കല്യാണിയെ സന്തോഷിപ്പിക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.